ഹലോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എസ് എസ് സിയിലും നമ്മൾ എസ് ബി ഐയുടെ എക്സാംസ് ഒക്കെ എഴുതുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് സിലോജിസം എന്ന് പറയുന്നത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ഒരു മിനിമം ഒരു 2 മാർക്സ് അല്ലെങ്കിൽ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിന് വരാറുണ്ട്. മിനിമം 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും വരാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചില ടൈമിൽ ലോജിക്കലായിട്ട് നമ്മൾ തിങ്ക് ചെയ്ത് ആൻസർ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇത് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ലോജിക്കലായിട്ടായിരിക്കും അവർ ആലോചിക്കുന്നുണ്ടാവുക. ഓക്കെ, ലോജിക്കലി ഇത് കറക്റ്റ് അല്ലല്ലോ, അപ്പോൾ ഇങ്ങനെയല്ല എന്ന് വരുന്നത്. സിലോജിസം വൈസ് ആക്ച്വലി ഡിഫറെൻറ്റ്. നമ്മൾ നോർമൽ ആയിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ആൻസറിങ് വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ എന്താണ് സിലോജിസം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കിത് ആൻസർ ചെയ്യാം എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് തീരെ അറിയാത്ത ഒരാൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ സിലോജിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലോജിക്കൽ ആർഗ്യുമെൻറ്റ്. ഓക്കെ, എന്താണ് ലോജിക്കൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ടാവും. ഓക്കെ, എപ്പോഴും സിലോജിസം ചെയ്യുന്ന ടൈമിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ടാവും. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് മേജറായിട്ടും മൈനറായിട്ടും പറയാം. ഓക്കെ, ഒരു മേജർ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, ഒരു മൈനർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ മേജർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് പറയാം? ഫോർ എക്സാമ്പിൾ, all humans are mortal. Okay, all humans are mortal എന്ന് ഞാൻ പറയുവാണെങ്കിൽ ഇത് ഒരു മേജർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇതിന് മൈനർ സ്റ്റേറ്റ്മെന്റ് എന്ന് എനിക്ക് എന്താ എഴുതാൻ പറ്റുക? I am a human അല്ലെങ്കിൽ he is a human അങ്ങനെ ഞാൻ പറയുവാണെങ്കിൽ അതൊരു മൈനർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ പ്രെമിസസിൽ നമുക്ക് പറയാൻ പറ്റുന്നത് 2 തരത്തിലാണ്. ഒന്ന് മേജർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, ഒരു മൈനർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമുക്കിത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറയാൻ പോകുന്നത്. സോ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ സിലോജിസത്തിൽ യൂസ് ചെയ്യുന്നത് ഡിഡക്റ്റീവ് റീസണിങ് ആണ്. ഓക്കെ, സോ കൺക്ലൂഷൻ നമ്മൾ എടുക്കുന്നത് അത് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൺക്ലൂഷൻ എടുക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് കൺക്ലൂഷൻ ആയിട്ട് എടുക്കരുത്. ഓക്കെ, സോ ഇതിൽ നമ്മളൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഓൾ പെൻസ് ആർ പെൻസിൽസ്. ഓൾ പെൻസ് ആർ പെൻസിൽസ്. അപ്പോൾ ഇതിൽ ഞാൻ 4 വേർഡ്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അല്ലെ? ഈ 4 വേർഡ്സിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തായിരിക്കും? ഓൾ എന്ന് ഇവിടെ പറയുന്നതിനെ നമ്മൾ പറയുന്നത് ക്വാണ്ടിഫയർ എന്നാണ്. ഓക്കെ, ക്വാണ്ടിഫയർ ക്വാണ്ടിറ്റി കാണിക്കുന്നതാണ് അല്ലെ? ഓൾ, സം എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഒക്കെ ക്വാണ്ടിറ്റി കാണിക്കുന്നതാണ്. ഫ്യൂ തിങ്സ്, ഫ്യൂ ആപ്പിൾസ്, ഓൾ ബേർഡ്സ് അല്ലെ? അപ്പോൾ ഇതെല്ലാം ക്വാണ്ടിഫയർ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. പെൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ സബ്ജക്റ്റ്. ഓക്കെ, ആർ എന്ന് പറയുന്നതിനെ നമ്മൾ കോപ്പുല എന്ന് പറയും. ആൻഡ് പെൻസിൽസ് എന്ന് പറയുന്നതാണ് പ്രെഡിക്കേറ്റ്. ഓക്കെ, ഒരു സബ്ജക്റ്റ് ഉണ്ട്, കോപ്പുല ഉണ്ട്, പ്രെഡിക്കേറ്റ് ഉണ്ട്, ക്വാണ്ടിഫയർ ഉണ്ട്. കോപ്പുല എന്ന് പറയുന്നത് ഈസ് ആവാം, ആർ ആവാം. ഓക്കെ, സോ ഓൾ പെൻസ് ആർ പെൻസിൽസ് എന്ന് പറയുന്നതിൽ ഓൾ എന്ന് പറയുന്നത് ക്വാണ്ടിഫയർ ആണ്. അപ്പൊ നമ്മൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടുന്ന ടൈമിൽ നമ്മൾ ക്വാണ്ടിഫയർ ആണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ക്വാണ്ടിഫയറിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് ക്വാണ്ടിഫയേഴ്സ് ഉണ്ട്. യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ഉണ്ട്, പിന്നെ നമുക്കുള്ളത് പർട്ടിക്കുലർ ക്വാണ്ടിഫയർ ഉണ്ട്. യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യൂണിവേഴ്സൽ ലൈക്ക് എല്ലാത്തിനെയും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നതായിരിക്കും. ഇത് 2 എണ്ണത്തിൽ നമുക്ക് പോസിറ്റീവ് ടേംസ് ഉണ്ട്, നെഗറ്റീവ് ടേംസ് ഉണ്ട്. പർട്ടിക്കുലറിലാണെങ്കിലും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടേംസ് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് ക്വാണ്ടിഫയേഴ്സും പർട്ടിക്കുലേഴ്സും നോക്കാം. ഓക്കെ, യൂണിവേഴ്സലിന്റെ കേസ് പറയുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു യൂണിവേഴ്സലിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് യൂണിവേഴ്സലിൽ വരുന്ന കുറച്ച് ടേംസ് ആണ് ഓൾ, എല്ലാം, ഓൾ. ഓക്കെ, ഈച്ച്, എവ്രി. ഓക്കെ, പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പേരൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ, ഒരാളുടെ പേരോ അങ്ങനെ എന്തെങ്കിലും ഒരു നെയിം ഒക്കെ പറയുവാണെങ്കിൽ അതെന്തായിരിക്കും? യൂണിവേഴ്സൽ പോസിറ്റീവ് ആയിരിക്കും. പിന്നെന്താ? എനി എന്ന് പറയുന്നത്, 1 എന്ന് പറയുന്നത്, 100%,
ഫുൾ ആയിട്ടുള്ള പെർസെൻറ്റേജ് എന്നൊക്കെ പറയുന്നത് യൂണിവേഴ്സൽ പോസിറ്റീവ് ആയിരിക്കും. ഇതേ സംഭവം നമ്മൾ നെഗറ്റീവ് പറയുമ്പോൾ എന്തായിരിക്കും? നെഗറ്റീവിൽ എന്താ ഇപ്പൊ വരിക? നോ അല്ലെങ്കിൽ നൺ. ഇത് രണ്ടെണ്ണാണ് യൂണിവേഴ്സൽ നെഗറ്റീവിൽ വരുന്നത്. ഓക്കെ, യൂണിവേഴ്സൽ പോസിറ്റീവ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുക്കുന്ന രീതിയിലുള്ള വേർഡ്സ് ആയിരിക്കും വരിക. യൂണിവേഴ്സൽ നെഗറ്റീവിൽ അപ്പൊ എന്തായിരിക്കും വരുന്നത്? ഒന്നും ഇല്ലാത്ത രീതിക്കുള്ളത്, വിച്ച് മീൻസ് നോ നണ്ണൊക്കെയാണ് അങ്ങനെ വരുന്നത്. പർട്ടിക്കുലറിലും നമുക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടേംസ് ഉണ്ട്. ഇപ്പൊ പെർട്ടിക്കുലർ എന്ന് പറയുമ്പോൾ എന്താ? കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കണക്കിലെടുക്കുന്നത് അല്ലെ? കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും ആദ്യം വരേണ്ടത് ആരായിരിക്കും? സം ആയിരിക്കും. ഓക്കെ, സം ഉണ്ട്, ഫ്യൂ ഉണ്ട്, സെവറൽ ഉണ്ട്, മെനി നമുക്ക് പറയാം, മോസ്റ്റ്ലി. എല്ലാത്തിനെയും ഇൻക്ലൂഡ് ചെയ്യാതെ ഉള്ളത് ഏതൊക്കെ ടേംസ് ആണോ അതെല്ലാം പർട്ടിക്കുലർ പോസിറ്റീവിൽ വരും. പ്ലെന്റി. അതല്ലാതെ ഇങ്ങനെ പെർസെൻറ്റേജും കൂടെ ഉണ്ടെങ്കിൽ ഒരു 58% അല്ലെങ്കിൽ എത്രയാ, ഒരു 65%, 100 അല്ലാതെ, ഓക്കെ, 100 അല്ലാതെ ഉള്ള പെർസെൻറ്റേജ്, പിന്നെ അറ്റ്ലീസ്റ്റ്, ഇതെല്ലാം പോസിറ്റീവ് പെർട്ടിക്കുലറിൽ വരുന്ന ടേംസ് ആണ്. ഇനി നെഗറ്റീവ് നോക്കുമ്പോഴോ, നെഗറ്റീവിൽ ആകെ ഒന്നേ ഉള്ളൂ, സം ആർ നോട്ട് അല്ലെങ്കിൽ സം നോട്ട് എന്ന് പറയുന്നത്. എളുപ്പമാണ് ഇത് പഠിക്കാൻ. ഓക്കെ, അപ്പൊ നമ്മൾ യൂണിവേഴ്സൽ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പകുതി കാര്യങ്ങൾ അവിടെ ക്ലിയർ ആയി. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ നമുക്ക് ആദ്യം മനസ്സിലാവും. ഇനി ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് എക്സെപ്ഷണൽ കേസസ് ആണ് ഉള്ളത്. അതിൽ വരുന്നത് നമ്മൾ കൺക്ലൂഷൻ എടുക്കുമല്ലോ. ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് അത് ഷ്യൂരിറ്റി ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, കൺക്ലൂഷനിൽ നമുക്ക് 2 ടൈപ്സ് ആയിട്ട് പറയാം. ഷ്യൂരിറ്റി ഉള്ള കൺക്ലൂഷൻസ് ഉണ്ട്, പിന്നെ ഷ്യൂരിറ്റി ഇല്ലാത്ത കൺക്ലൂഷൻസ് ഉണ്ട്. ഷ്യൂരിറ്റി ഉള്ളത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഉറപ്പുള്ള കാര്യങ്ങൾ, നമ്മൾ അസംഷൻസ് ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ ഉള്ളത് പോസിബിലിറ്റി ഉള്ളത്, ഉണ്ടാവാം, അങ്ങനത്തെ പോസിബിലിറ്റി ഉള്ള ടേംസ് ആയിരിക്കാം ക്യാൻ ബി അല്ലെങ്കിൽ മേ ബി. ഇതൊക്കെയാണ് പോസിബിലിറ്റി ഉള്ള ടേംസ്. ഷ്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ യൂസ് ചെയ്യാം? ഈസ് യൂസ് ചെയ്യാം, ആർ, ഓക്കെ, ആം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പുള്ള കാര്യങ്ങൾ എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, സോ കൺക്ലൂഷൻ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഷ്യൂരിറ്റിയുടെ ബേസിലാണ് അവർ ചോദിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ടേംസിൽ ഈസ്, ആർ, ആം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പ് വരുത്താം. പോസിബിൾ ആണ്, ലൈക്ക് വരാം, വരാതിരിക്കാം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ക്യാൻ ബി ഓർ മേ ബി ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സോ ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം വരുന്നത് all plates are bowl. ഓക്കെ, all plates are bowl. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റിൽ അവർ പറഞ്ഞിട്ടുണ്ട് no bowl is a glass. തേർഡ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞേക്കുന്നത് some glasses are vessels. ഓക്കെ, 3 സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി കൺക്ലൂഷൻസ് വന്നേക്കുന്നത്, ഫസ്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് some glasses are plates. ഓക്കെ, some glasses are plates ആണ് ഫസ്റ്റ് കൺക്ലൂഷൻ. സെക്കൻഡ് തന്നിരിക്കുന്നത് some bowls are plates. some bowls are plates. തേർഡ് തന്നിരിക്കുന്നത് some vessels are bowls. Okay, some vessels are bowls. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് കൺക്ലൂഷൻ വെച്ചിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഒരു സിലോജിസത്തിന്റെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമ്മളൊരു വെൻ ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് വെൻ ഡയഗ്രാം വരയ്ക്കുക? ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കുക, all plates are bowl. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പ്ലേറ്റിന് വേണ്ടിയിട്ട് ഒരു റൗണ്ട് ഇങ്ങനെ വരയ്ക്കുക, ഒരു വട്ടം വരയ്ക്കുക, അതിനകത്ത് പി എന്ന് എഴുതുക. ഇതാണ് പ്ലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ക്വസ്റ്റ്യൻ അല്ല സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? എല്ലാ പ്ലേറ്റും ബൗൾ ആണെന്നാണ് അല്ലെ? എല്ലാം, ഓൾ എന്ന് പറയുന്നത് എന്താ? യൂണിവേഴ്സൽ ആണ്. യൂണിവേഴ്സലില് പോസിറ്റീവ് ആയിട്ട് വരുന്നതാണ് അല്ലെ? അപ്പോൾ ഈ എല്ലാ പ്ലേറ്റും ബൗൾ ആണെങ്കിൽ പ്ലേറ്റിലുള്ള ഈ ഒരു റൗണ്ടില്ലേ, അത് കറക്റ്റ് ആയിട്ട് നമ്മൾ വേറൊരു റൗണ്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന പോലെ വരയ്ക്കാം. ആ പുറത്തുള്ള റൗണ്ട് എന്തായിരിക്കും? അത് ബൗൾ ആയിരിക്കും. ഓക്കെ, വിച്ച് മീൻസ് ഈ ബൗളിനകത്താണ് പ്ലേറ്റ്സ് വരുന്നത്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ്, നോ ബൗൾ ഈസ് എ ഗ്ലാസ്.
ബൗളും ഗ്ലാസ് ആയിട്ട് ഒരു തരത്തിലുള്ള ബന്ധമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ആരോ എങ്ങനെ വേണമെങ്കിലും താഴോട്ട് വരയ്ക്കാം. ഒരു ആരോ എന്തെങ്കിലും വരച്ചിട്ട് ഇങ്ങനെ ക്രോസ് മാർക്ക് ഇടുക, അവർ തമ്മിൽ ബന്ധമില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഗ്ലാസ് ആണല്ലോ ജി എന്ന് എഴുതുക, ഒരു റൗണ്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അടുത്തത് എന്താ, സം ഗ്ലാസസ് ആർ വെസൽസ്. എല്ലാ ഗ്ലാസും വെസൽ അല്ല, കുറച്ച് ഗ്ലാസ് മാത്രമാണ് വെസൽ ഉള്ളത്. അപ്പൊ ഈ ഒരു റൗണ്ടില് കുറച്ച് പോർഷൻ മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു റൗണ്ട് വരച്ചിട്ട് അതിനകത്ത് വീണ് കൊടുക്കുക. ഇതാണ് നമുക്ക് ഒരു വെൻ ഡയഗ്രാം ആയിട്ട് ഇപ്പൊ കിട്ടുന്നത്. ഒരു ഇത് എന്തിനാ നമ്മൾ ഡ്രോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്താണ് കൺക്ലൂഷൻസ് വെച്ച് വേഗം അറിയാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചുകൊണ്ടിരുന്നാൽ അത് ക്ലിയർ ആവത്തില്ല. ഓക്കെ, ഇനി കൺക്ലൂഷൻസ് നോക്കാം. പറഞ്ഞിരിക്കുന്നത് എന്താ, ആദ്യത്തെ കൺക്ലൂഷൻ സം ഗ്ലാസസ് ആർ പ്ലേറ്റ്സ്. നോക്കുക, നമ്മൾ വെൻ ഡയഗ്രാം വരച്ചിട്ടുണ്ടല്ലോ, ഗ്ലാസും പ്ലേറ്റും ആയിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോ? ഇല്ലല്ലോ. അത് ഉറപ്പായിട്ടും ഇല്ലാത്ത ബന്ധം തന്നെയാണ് അല്ലെ, ഷുവറിറ്റി ഉള്ള കാര്യമാണ് നമുക്ക് അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് അസംഷൻ എന്തായാലും അല്ലെങ്കിൽ ഫസ്റ്റ് കൺക്ലൂഷൻ എന്തായാലും നമുക്ക് നോക്കേണ്ട കാര്യമില്ല, തെറ്റാണ് നമുക്ക് അറിയാം. രണ്ടാമതിൽ എന്താ പറഞ്ഞേക്കുന്നത്, സം ബൗൾസ് ആർ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ബൗൾസിന്റെയും പ്ലേറ്റ്സിന്റെയും വെൻ ഡയഗ്രാം നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്, ബൗൾസിലുള്ള കുറച്ച് ആൾക്കാർ പ്ലേറ്റ്സിൽ പെട്ടിട്ടില്ലേ. അപ്പൊ രണ്ടാമത്തെ കൺക്ലൂഷൻ കറക്റ്റ് ആണ്. മൂന്നാമത്തെ കൺക്ലൂഷൻ എടുക്കുമ്പോൾ സം വെസൽസ് ആർ ബൗൾസ്. വെസലും ബൗളും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഓപ്ഷൻസ് തരുന്നതിലാണ് ബാക്കി കാര്യമുള്ളത് കേട്ടോ. ഓപ്ഷൻസ് തരുന്ന സമയത്ത് അതില് ഷുവറിറ്റി ഉള്ള ഓപ്ഷൻസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ആൻസറിൽ നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻസിൽ വേണ്ടിയിട്ട് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക ബോത്ത് 1 and 3 ആർ കറക്റ്റ്, ബോത്ത് 2 and 3 ആർ കറക്റ്റ്, ഓൺലി 2 is correct, ഓൺലി 3 is correct. ഇങ്ങനെയാണ് ഇതിൽ ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ 2 മാത്രമാണ് ഫോളോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 2 ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത് തന്നെ സെലക്ട് ചെയ്യാം. ഇനി അടുത്തത് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നേക്കുന്ന കൺക്ലൂഷൻസ് അല്ലെങ്കിൽ ഓപ്ഷൻസിൽ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത് നോക്കിക്കേ, സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത് മോസ്റ്റ്ലി പെറ്റ്സ് ആർ കാറ്റ്സ്. മോസ്റ്റ്ലി പെറ്റ്സ് ആർ കാറ്റ്സ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഇതാണോ, മോസ്റ്റ്ലി എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാം ഇൻക്ലൂഡഡ് ആണോ, എല്ലാ കാറ്റും അല്ലെങ്കിൽ സോറി എല്ലാ പെറ്റും കാറ്റ് അല്ല അല്ലേ. പക്ഷെ കൂടുതലുള്ളതും മോസ്റ്റ്ലി ഉള്ള കൂടുതലായിട്ടുള്ള പെറ്റ്സും എന്താണ്, കാറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, പെറ്റ്സിനൊരു വെൻ ഡയഗ്രാം വരയ്ക്കുക. പെറ്റ്സ് ആണല്ലേ, പെറ്റ്സിൽ മോസ്റ്റ്ലി പെറ്റ്സ് ആർ കാറ്റ്സ്. കാറ്റിന് വേറൊരു വെൻ ഡയഗ്രാം നോക്കാം. ഓക്കെ, ഇനി ഓൺലി കാറ്റ്സ് ആർ ഡോഗ്സ്. ഓൺലി കാറ്റ്സ് ആർ ഡോഗ്സ് എന്നാ പറയുന്നത്. ഞാനിവിടെ യൂണിവേഴ്സലിലൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു ടേം ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ മോസ്റ്റ്ലി എന്ന് പറയുന്നത് ഏതിലെടുക്കുന്നത്, പെർട്ടിക്കുലർ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. പെർട്ടിക്കുലറിലാണ് ഈ മോസ്റ്റ്ലി എന്ന് പറഞ്ഞ ടേം ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, കാറ്റ്സിന്റെയും ഡോഗ്സിന്റെയും അവിടെ ഇരിക്കട്ടെ, എന്താ അടുത്തത് എന്താ പറയണം നോക്കാം. നോ കാറ്റ്സ് ആർ റാബിറ്റ്സ്. നോ കാറ്റ്സ് ഉറപ്പുള്ള കാര്യമാണല്ലോ, കാറ്റ് റാബിറ്റ് അല്ലാന്ന്. അപ്പൊ കാറ്റിന്റെ വെൻ ഡയഗ്രാത്തിന് പുറത്ത് നമ്മൾ നേരത്തെ ഇതേപോലെ ക്രോസ് ഇട്ടിട്ട് റാബിറ്റിന്റെ ഒരു ഡയഗ്രാം. ഓക്കെ, ഇനി ഇതിലെന്താ പറഞ്ഞേക്കുന്നത്, നമ്മൾ വിട്ടുപോയൊരു സെന്റൻസ് ഉണ്ട്, ഓൺലി കാറ്റ്സ് ആർ ഡോഗ്സ്. കാറ്റ്സ് മാത്രമാണ് ഡോഗ് ആയിട്ടുള്ളത്. അപ്പൊ കാറ്റിന്റെ ഉള്ളിലല്ലേ ഡോഗ്സിന്റെ കേസ് വരിക, ഇതിനകത്ത് വെൻ ഡയഗ്രാം. ഇതാണ് കറക്റ്റ്. ആദ്യം വെൻ ഡയഗ്രാം വരച്ചാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. ഓക്കെ, ഇനി നമുക്ക് കൺക്ലൂഷൻസ് നോക്കാം. സം പെറ്റ്സ് ആർ റാബിറ്റ്സ്. നമ്മൾ വരച്ചത് എന്തെങ്കിലും റാബിറ്റായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ടോ? ഇല്ല. ആദ്യത്തെ കൺക്ലൂഷൻ റോങ് ആണ്. നെക്സ്റ്റ്, all pets being rabbits is not a possibility. all pets എല്ലാ പെറ്റും റാബിറ്റ് ആവുന്നത് ഒരു പോസിബിലിറ്റിയെ അല്ല എന്നാണ് പറയുന്നത്. അത് കറക്റ്റ് അല്ലേ? പോസിബിലിറ്റി അല്ലല്ലോ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. ഓക്കെ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്തത് പോസിറ്റീവ് ആയിരുന്നു, ഇനി ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കിയേ. നോ മാംഗോ ഈസ് ആൻ ആപ്പിൾ. ഓക്കെ, നോ മാംഗോ ഈസ് ആൻ ആപ്പിൾ. ഒരു മാംഗോയും ആപ്പിൾ അല്ല. അപ്പോൾ നമ്മളിത് വരയ്ക്കുവാണെങ്കിൽ ക്രോസ് ഇട്ടിട്ട് വേണം വരയ്ക്കാൻ, ഇത് തമ്മിൽ ബന്ധമൊന്നുമില്ല. ആപ്പിളും ഗ്രേപ്പും ആയിട്ടും ബന്ധമില്ല. അപ്പം എഗെയിൻ ക്രോസ് ഇട്ടു. ഗ്രേപ്പും ബനാനയായിട്ടും എന്തില്ല, ബന്ധമില്ല. അപ്പം ഇവർ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല, ആരും തമ്മിൽ.
അപ്പോൾ നമ്മൾ എങ്ങനെ കൺക്ലൂഷൻസ് എഴുതും? എളുപ്പമാണ്. നമ്മൾ 2 കൺക്ലൂഷൻസ് നോക്കുക. 2 കൺക്ലൂഷനിലും ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണ്. അല്ലേ? നോക്കിക്കേ, കൺക്ലൂഷൻ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? നോ മാംഗോ ഇസ് എ ബനാന എന്നാണ് പറയുന്നത്. നോ മാംഗോ ഇസ് എ ബനാന എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റാ? നെഗറ്റീവാണ്. സം മാംഗോസ് ആർ ബനാനാസ്. സം എന്ന് പറയുന്നത് എന്തിൽ വരുന്നതാ? പോസിറ്റീവായിട്ടുള്ള പെർട്ടിക്കുലറിൽ വരുന്നതാണ് അല്ലേ? അപ്പോൾ അത് പോസിറ്റീവാണ്. ആദ്യം ഇത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫുൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിൽ കൺക്ലൂഷൻസിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ തന്നേക്കുന്നത് രണ്ടും നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിലുള്ള വേർഡ്സ് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും നോക്കിയിട്ട് നമുക്ക് ഷുവറിറ്റി ഉണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വേർഡ്സ് നോക്കുക. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും സെയിം ആണോ നോക്കുക. അല്ലേ? ഇതിൽ 2 എണ്ണത്തിലും സബ്ജക്റ്റും പ്രെഡിക്കേറ്റും സെയിം ആണ്. ഇതിലും മാംഗോ ആണ്, ഇതിവിടെയും ബനാന എന്നാണ്. ഇവിടെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലും കൺക്ലൂഷൻസിലും എന്താണ്? മാംഗോ തന്നെയാണ്, ബനാനാസ് ആണ്. അപ്പോൾ രണ്ടിലും ഒരേപോലെയുള്ള സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ആയിട്ട് കൺക്ലൂഷൻസ് രണ്ടും ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും വരുവാണെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും എന്നറിയോ? ഈതർ ഓർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ആയിരിക്കും കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഈതർ ഓർ പെയർ വരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുക ഓൾ, ഓക്കെ, പ്ലസ് സം നോട്ട്. ഇതൊരു കണ്ടീഷനാണ്. ഓൾ മാംഗോസ് എ ബനാന. അടുത്ത കൺക്ലൂഷൻ ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക സം മാംഗോസ് ആർ നോട്ട് ബനാനാസ്. ഇങ്ങനെ വരാം. അപ്പോൾ എന്താണ്? പോസിറ്റീവ് നെഗറ്റീവ് ഒരുമിച്ച് വരുവാണ്, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും സെയിം ആണ്. ഇതൊരു കണ്ടീഷനാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ക്വസ്റ്റ്യന് തന്നേക്കുന്ന പോലത്തെ കണ്ടീഷൻ ആയിരിക്കും സമ്മും നോയും കൂടെ വരുന്നത്. ഈ 2 കണ്ടീഷൻസിൽ നമുക്ക് തന്നേക്കുന്ന ആൻസർ ഓപ്ഷൻസിൽ ഈതർ ഓർ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, കാരണം എന്താ? രണ്ടും കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണല്ലേ. നമുക്ക് രണ്ടും തെറ്റാണെന്നും രണ്ടും ശരിയാണെന്നും ഒരിക്കലും പറയാൻ പറ്റില്ല, റൈറ്റ്? അപ്പോൾ ഏതോ ഒന്ന് കറക്റ്റാന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആൻഡ് അതിൽ നമുക്ക് ഉറപ്പില്ല. സോ ഈതർ 1 or 2 ഫോളോസ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ഈതർ ഓറിൻ്റെ കേസാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ്. ഏറ്റവും അവർ ഡിഫിക്കൽട്ട് ആയിട്ട് ചോദിക്കാനായിട്ടുള്ള രീതിക്കൊക്കെ വരുന്നത് ഈതർ ഓർ കേസസ് ആണ്. നീതർ നോർ ഉണ്ട്, ഈതർ ഓർ ഉണ്ട്. അപ്പോൾ ഈതർ ഓർ നമുക്ക് വേഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയായിരിക്കും? വേഗം കൺക്ലൂഷൻസ് നോക്കുക, സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് സെയിം ആണോ നോക്കുക, ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ വേഗം തന്നെ ഈതർ ഓർ എന്നുള്ള ഓപ്ഷൻ അങ്ങോട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിളും സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ മിക്സ്ഡ് ആയിട്ടുള്ളതാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, ഓൺലി ഫ്യൂ ബുക്സ് ആർ പേപ്പേഴ്സ്. കുറച്ച് ബുക്സ് മാത്രമാണ് പേപ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ബുക്സിനെ വരയ്ക്കുന്നുണ്ട്. ബുക്സ്, അതിൽ കുറച്ച് ബുക്സ് അല്ലേ പേപ്പേഴ്സ് ഉള്ളത്. അപ്പോൾ പേപ്പേഴ്സിൻ്റെ വേറെ വരച്ചു. നോ പേപ്പർ ഈസ് എ നോവൽ. പേപ്പറിന് നോവലായിട്ട് ഒരു ബന്ധം ഇല്ല. അപ്പോൾ നോവൽ വരയ്ക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട്. ഇനി എന്താ അടുത്തത് പറഞ്ഞേക്കുന്നത്? സം നോവൽസ് ആർ കോപ്പീസ്. നോവൽസിൽ ചില ആൾക്കാർ ആരാണ്? കോപ്പീസ് ആണ്. ഓക്കെ, ഇനി കൺക്ലൂഷൻസ് നോക്കുക. കൺക്ലൂഷൻസിൽ നമുക്ക് പെർട്ടിക്കുലറും വരുന്നുണ്ട്, യൂണിവേഴ്സലും വരുന്നുണ്ട് അല്ലേ. ഓൾ പേപ്പേഴ്സ് ആർ കോപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പേപ്പറും കോപ്പി ആവാനുള്ള ചാൻസ് ഉണ്ടോ ഇതിനകത്ത്? ഇല്ല, കാരണം നമ്മൾ ഓൾ പേപ്പേഴ്സ് ആർ കോപ്പീസ് ആണ്. ആർ എന്ന് പറയുന്നത് എന്താ? സം പേപ്പേഴ്സ് ആർ കോപ്പീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർ ഇസ് ആക്ച്വലി ഷുവറിറ്റി കൊടുക്കുന്ന പോലത്തെ വേർഡാണ് ആർ അല്ലേ. ഷുവറിറ്റിയിലുള്ളതാണ് കൺക്ലൂഷനിൽ. ഉറപ്പായിട്ടും കുറച്ച് പേപ്പേഴ്സ് എന്താണ്? കോപ്പീസ് ആണെന്ന് പറയുന്നുണ്ട്. ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ അസംഷനിലോട്ട് പോകണ്ട. കാരണം എന്താ? ഇത് ഷുവറിറ്റി ഉള്ള വേർഡാണ് ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ അസ്യൂം ചെയ്യാനായിട്ട് പാടില്ല. സോ ഇത് തെറ്റാണ്. അടുത്തത് ഓൾ കോപ്പീസ് ആർ പേപ്പേഴ്സ്. അതും നമ്മൾ വരച്ച വെൻ ഡയഗ്രാമിൽ ഇല്ല. എഗെയിൻ ഇവിടെയും 6 കൊടുക്കുമ്പോൾ അതും ഷുവറിറ്റിയുടെ ബേസിസിൽ മാത്രം എന്നാണ് നമ്മൾ പോകേണ്ടത്. ഒരിക്കലും നമ്മൾ അസംഷനിൽ പോകാൻ പാടില്ല. എന്ന് വെച്ചാൽ നമുക്ക് തോന്നാം ഈ കോപ്പീസ് വരുന്നത് ചിലപ്പോൾ ബുക്കിൽ വരാലോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ. അതൊക്കെ നമ്മുടെ അസംഷൻസ് ആണ്, നമ്മുടെ തോന്നലുകളാണ്. ഒരിക്കലും അത് ഉറപ്പായിട്ട് നമ്മൾ പറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആറും ഈസൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഷുവർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതും അല്ല. ഇതിൽ നമുക്ക് എന്താണ്? ഈതർ ഓർ പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. സോ ഇവിടെ ഉള്ള ഓപ്ഷൻ ഏതായിരിക്കും? നീതർ കൺക്ലൂഷൻ 1 നോർ കൺക്ലൂഷൻ 2 ഫോളോസ്. ഓക്കെ, സോ ഈതർ ഓറിന്റെ കേസ് നമ്മൾ പറഞ്ഞ രീതിക്ക് എങ്ങനെയായിരുന്നു? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും സെയിം ആയിരിക്കും. ഒരു പോസിറ്റീവ് സെന്റൻസും
ഒരു നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാവും. നീദർ നോറിന്റെ കേസിൽ അപ്പോൾ എന്താ വരുന്നത്? ഷുവറിറ്റി ബേസിസിലാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. എല്ലാത്തിന്റെ കേസസിലും ഇത് ഇങ്ങനെ ആവണമെന്നില്ല. പക്ഷെ ഇവിടെ കൺക്ലൂഷൻസ് നോക്കിക്കേ, രണ്ടും പോസിറ്റീവ് കൺക്ലൂഷൻസ് ആണ് അല്ലേ? സബ്ജക്ട്സ് ആൻഡ് പ്രെഡിക്കേറ്റ്സ് എങ്ങനെയാണ് ചെയ്തേക്കുന്നത്? ഇന്റർചേഞ്ച് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ആദ്യത്തേതിൽ നോക്കൂ, പേപ്പറുണ്ട്, പേപ്പർ സബ്ജക്റ്റും കോപ്പീസ് പ്രെഡിക്കേറ്റ് ആണ്. രണ്ടാമത്തേതിൽ വരുമ്പോൾ എങ്ങനെയാ? നേരെ തിരിഞ്ഞിട്ടാണ് ഉള്ളത് അല്ലേ? അപ്പോൾ രണ്ടും തെറ്റാണ്. ഒന്ന് തെറ്റാണെങ്കിൽ അടുത്ത് തെറ്റാന്നർത്ഥം. ഓക്കെ, സോ നീദർ കൺക്ലൂഷൻ 1 നോർ കൺക്ലൂഷൻ 2 ഫോളോസ്. ഓക്കെ, സോ ഇതാണ് ഞാൻ ഫസ്റ്റ് പാർട്ടായിട്ട് കൊടുക്കുന്നത്. ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിനാരിയോസും അതിലുള്ള എക്സാമ്പിൾസ് ആയിരിക്കും ചെയ്തു നോക്കുന്നുണ്ടാവുക. ഓക്കെ, സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിലോ അല്ലെങ്കിൽ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. അതല്ല നിങ്ങൾക്ക് തന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാനാണെങ്കിലും കമൻസിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ SSC ആൻഡ് SBI റിലേറ്റഡ് ബാങ്ക് എക്സാംസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സിലബസും ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻ്റ് ആയിട്ടോ കൊടുക്കാം. Okay, so thank you for watching. Bye.